ഒടുവിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ദിഖ് രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാർക്കെതിരായും ലൈംഗിക ആരോപണവുമായി നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അമ്മ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുകയും വിവാദ വിഷയങ്ങളെ ന്യായീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സിദ്ദിഖ്. അപ്പോഴാണ് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത് വന്നത്. നടൻ സിദ്ദിഖ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് രേവതി സമ്പത്തിനെ പരിചയപ്പെട്ടത്. അന്ന് +2 കഴിഞ്ഞിരിക്കുന്ന രേവതിക്ക് മോഡലിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു. മോഡലിങ്ങിനേക്കാൾ നല്ലത് സിനിമയാണ് എന്നും സിനിമയിൽ ചാൻസ് തരാം എന്നും പറഞ്ഞ സിദ്ദിഖ് രേവതിയെ ഒരു ഓഡീഷന് വേണ്ടി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അതൊരു ഫേക്ക് ഓഡീഷനായിരുന്നു എന്ന് രേവതിക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. അവിടെ റൂമിൽ വെച്ച് സിദ്ദിഖ് യുവതിയുടെ മുന്നിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുകയും പിന്നീട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു എന്ന് യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിദ്ദിഖ് നടത്തിയ പത്രസമ്മേളനത്തിലെ സദാചാര പ്രസംഗം കണ്ട രേവതി തൻ്റെ ദേഷ്യവും വിഷമവും സങ്കടവുമെല്ലാം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെളിപ്പെടുത്തി. വെള്ളിത്തിരയിൽ അഭിനയ പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടുള്ള പ്രിയനടൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ആരാധകർ. കേസ് വന്നതോടെ സിദ്ദിഖ് പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ പോയി. ഒടുവിൽ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. പോലീസ് അന്വേഷണത്തിൽ യുവതിയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന തരത്തിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. യുവതിയുടെ ആരോപണങ്ങൾ ശരിയാവുകയും തെളിവുകൾ സിദ്ദിഖിന് പ്രതികൂലമാവുകയും ആണെങ്കിൽ ഈ കേസ് പോക്സോയുടെ പരിധിയിലായിരിക്കും പെടുക. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന് എളുപ്പത്തിലൊന്നും തന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.